ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ അബിയുവിനെ പറ്റിയാണ്. അബിയുവിൻ്റെ നടീൽ രീതിയും അതിൻ്റെ പരിചരണവും അതിനെപ്പറ്റിയൊക്കെയാണ് സംസാരിക്കാൻ ഇന്നോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അബിയുവിൻ്റെ ചെടി. ഇതിലിപ്പോൾ നമ്മൾ കായൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ അബിയു നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് നല്ല തൈ സെലക്ട് ചെയ്തെടുത്ത് ഒരു 2.5 അടി സമചരത്തിൽ കുഴിയെടുത്ത് ആ കുഴിക്കകത്ത് നമ്മൾ അഴുകിയ ചാണകപ്പൊടി, കുറച്ച് വെല്ലുപൊടി, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് അത് മൂടി ഒരു 10 ദിവസം അങ്ങനെ വെച്ച ശേഷം നനച്ചു കൊടുക്കുക. അങ്ങനെ 10 ദിവസം വെച്ച ശേഷം അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഈ വാങ്ങിയ തൈയുടെ കവറിന് കണക്കായിട്ട്, കൂടിന് കണക്കായിട്ട് ചെറിയ കുഴിയെടുത്ത് ഈ തൈ കവറ് പൊട്ടിച്ച് മാറ്റിയ ശേഷം അതവിടെ വെച്ച് നനച്ചു കൊടുക്കുക. അങ്ങനെയാണ് നടുന്നത്. അപ്പോൾ ഈ നമ്മൾ ഈ ജൈവവളം ആദ്യം നല്ല രീതി ചേർത്ത് കഴിഞ്ഞാൽ അതിന് നല്ല വളർച്ചയുണ്ടാകും. ചില ആൾക്കാരൊക്കെ കൊണ്ടുപോയിട്ട് തൈ വാങ്ങിക്കൊണ്ടുപോകും, വളർച്ച കിട്ടുന്നില്ല എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വാങ്ങുന്ന ചിലപ്പം 8-10ൻ്റെയൊക്കെ കവറായിരിക്കും മിക്കവാറും ഇതിൻ്റെ വരുന്നത്. 8-10, 10-14 കവറായിരിക്കും. അതിന് ആ കവറിന് കണക്കായിട്ട് കുഴിയെടുക്കും. അപ്പോൾ നമ്മൾ ഉറച്ച മണ്ണാവുമ്പോൾ ഈ ഉറച്ച മണ്ണിലേക്ക് അതിന് കണക്കായിട്ട് കുഴിയെടുത്ത് തൈ വെച്ച് കഴിഞ്ഞാൽ അതിന് വളർച്ച കിട്ടത്തില്ല. ഇളകിയ മണ്ണാണെങ്കിൽ മാത്രമേ പെട്ടെന്ന് വേരുകൾ മണ്ണിലേക്ക് പോവുകയും അതിന് വളർച്ച ത്വരിതപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇങ്ങനെയുള്ള തൈകൾ വെക്കുമ്പോൾ രണ്ടാമത് നമ്മൾ കാര്യമായിട്ട് വളപ്രയോഗം നടത്തുന്നതല്ല സാധാരണ ആൾക്കാർ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല മിനിമം 2.5 അടി കുഴിയെടുത്ത് നല്ല ജൈവവളം ചേർത്ത ശേഷം മാത്രമേ അത് നടാവൂ. നട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിപ്പോൾ 2-3 വർഷമായി, 3-4 വർഷമായി ഈ അബിയു നമ്മൾ കുഴിയെടുത്ത് നട്ട ശേഷം ഒരു 2 വർഷത്തിന് ശേഷം അത് പൂവിടാൻ തുടങ്ങും. ഇത് നമ്മൾ ഇതിൻ്റെ ഓരോ ഇത് കൂടെ മുഴുവൻ പൂക്കളായിരിക്കും. ഇത് പൂവുണ്ട്, ഇതിനകം മുകളിൽ നിറച്ചും പൂക്കളായിരിക്കും. നമ്മൾ കണ്ട ഇത് അതിശയം വിചാരിക്കും അതേപോലെ പൂക്കളുണ്ടാകുന്നത്. അതിനകത്ത് നമുക്ക് കായ് പിടിക്കുന്നത് വളരെ അപൂർവം കായ്കളായിരിക്കും. ഒരു ചെടിയിൽ 10-20 സാധാരണ പിടിക്കുക കാണത്തുള്ളൂ. പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്പം നമുക്കിപ്പോൾ ഒരു 3 വർഷമായിട്ട് 2 വർഷമായിട്ടൊക്കെ കായ കിട്ടുന്നുണ്ട്. ഒരു 10, 15, 20 കായ കിട്ടുന്നുണ്ട്. കൂടുതലായിട്ട് കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ ചിലപ്പം നമ്മൾക്ക് ഇവിടുത്തെ കാലാവസ്ഥ ചൂട് കാലാവസ്ഥയാണ്. ഈ ചൂട് കാലാവസ്ഥ കൊണ്ടായിരിക്കാം. നമ്മൾ ഈ അബിയു നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്തൊന്നും ഇത് നടാൻ പാടില്ല. കുറച്ച് ഷെയ്ഡ് വേണം. തെങ്ങ്, കവുങ്ങ്, മറ്റുള്ള വൃക്ഷങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഇടയ്ക്കാണ് വളരെ നല്ലത്. നല്ല സൂര്യപ്രകാശം അടിക്കുന്നിടത്താണെങ്കിൽ അതിനെ താങ്ങാൻ പറ്റത്തില്ല. ചെടി വളർച്ച കുറയും, കായ്ഫലം കുറയും. അപ്പോൾ ഇത് അബിയു വളർന്ന് 2 വർഷം കൊണ്ട് പൂടാൻ തുടങ്ങും. ചിലപ്പോൾ അത് 3 വർഷമൊക്കെ ആവും. ഓരോ ഭൂപ്രകൃതിക്കനുസരിച്ചൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമ്മൾ അത് വന്നു കഴിഞ്ഞാൽ ധാരാളം പൂക്കളുണ്ടാവും. ഈ പൂക്കളുണ്ടാകുന്ന സമയത്ത് നമ്മൾ കുറച്ചൊക്കെ പിടിച്ച് കിട്ടുന്നതിന് വേണ്ടി നല്ല രീതിയിൽ നന കൊടുത്താൽ വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ പൊട്ടാഷ് കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല അതാണ്. പൊട്ടാഷ് ചേർത്താൽ പൂക്കൾ കുറേ പൊഴിയാതിരിക്കാനൊക്കെ നല്ലതാണ്. കായ്ഫലം കൂടുതൽ കിട്ടാനൊക്കെ നല്ലതാണ് ഈ പൊട്ടാഷ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇതിന് കാര്യമായ രോഗങ്ങളൊന്നും ബാധിക്കാറില്ല. ചിലർ പറയുന്നുണ്ട് ഇതിന് ഈ പൂപ്പല് പോലെ ഈ ഫംഗസ് പിടിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അങ്ങനത്തെ രോഗബാധകളൊന്നുമില്ല. ഇപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പം ഇപ്പോൾ ഒരു കാണുന്നത്, പ്രത്യേകിച്ച് ഒരു കാണുന്ന ഇത് ഒരു പ്രതിഭാസമാണ്. കണ്ടോ, ഈ പുഴു കൂട് കൂട്ടുക. ഇതെല്ലാം പല വൃക്ഷത്തിലും കാണുന്നുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ഈ ചെടി മൊത്തം ഉണങ്ങിപ്പോവും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനെ പറിച്ച് താഴെയിട്ട് അവന് ചവിട്ടി കളയാം. അത് അതിനകത്ത് പുഴുവാണ്. കണ്ടോ, ഇതുകൊണ്ട് ഇനിയും കാണിച്ചു തരാം. ഇത് ഞാൻ കുറേ പറിച്ച് കളഞ്ഞതാണ്. വളരെ ശ്രദ്ധിക്കേണ്ടത്. കേട്ടോ, ഇത് എൻ്റെ കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മുഴുവൻ പുഴുവാണ്. കേട്ടോ, ഇത് ചവിട്ടി കളഞ്ഞാൽ മതി. അപ്പോൾ അത് ചത്തുപോക്കോളും. അത് വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ചെടി നശിപ്പിച്ച് കളയും. ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ പുഴു കയറുന്നത്. അത് കമ്പ് കൂട്ടി അതിനകത്ത് പുഴു അതിനകത്ത് ഇരിക്കുകയാണ്. രാത്രി കാലങ്ങൾ ഇറങ്ങും. ഇത് അതിൻ്റെ തൊലികളെല്ലാം അത് കാർന്ന് തിന്നുകയും ചെയ്യും. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അബിയു നല്ല ഒരു പഴമാണ്. നല്ല രീതിയിൽ നല്ല ടേസ്റ്റുള്ളൊരു പഴമാണ്. ഇപ്പോൾ നമ്മുടെ ഇത്തയിലൊക്കെ ഇപ്പോഴും പൂവായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, പൂ വരുന്നുണ്ടോ, ചെറിയ പൂക്കൾ വരുന്നുണ്ട്. ഇന്ന് നിലവിൽ ഇതിൻ്റെ പഴങ്ങളൊന്നും മാർക്കറ്റിൽ ലഭ്യമല്ലെന്ന് തോന്നുന്നു, കാണാറില്ല. മറ്റെല്ലാ പഴങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും കാണുന്നില്ല. ഇത് വരുന്ന സമയത്ത് പച്ച കളറാണ്.
അത് നല്ല രീതിയിൽ മൂത്ത് പഴുത്ത് വരുമ്പോഴത്തേക്കും അത് മഞ്ഞ കളറാവും. മഞ്ഞ കളർ എന്ന് പറഞ്ഞാൽ മഞ്ഞ ആകുമ്പോൾ നമുക്ക് പറിച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് മഞ്ഞ ഫുള്ള് അതിന് ഞെടുപ്പ് വരെ മഞ്ഞ കളറായാൽ മാത്രമേ അത് പറിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് പക്ഷികളുടെ അണ്ണാന് അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റംബുട്ടാനൊക്കെ ഇടുന്നത് മാതിരി നമ്മൾ ചെറിയ വല ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അധികം ഉയരം വെക്കാത്ത ഫലവൃക്ഷമാണിത്. അതിൻ്റെ പഴം നമ്മളിപ്പോൾ ഒരെണ്ണം പറിച്ച് നമ്മൾ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇതാ ഇതിൻ്റെ പഴം കണ്ടോ. ഈ കഴിഞ്ഞ ദിവസം ഒരു പഴം പറിച്ചപ്പോൾ അതിനകത്ത് പക്ഷി കൊത്തിയായിരുന്നുണ്ട്. ഇതിൻ്റെ സൈഡ് കംപ്ലീറ്റ് മഞ്ഞ കളർ വരണം. പറിച്ചെടുക്കുന്നതാണ്. ഇവിടം വരെ നല്ല മഞ്ഞയായിരിക്കണം. പച്ചയായി കഴിഞ്ഞാൽ അതിന് കറകൾ കൂടുതലുണ്ടാവും. ഈ പഴത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല പഴുക്കാണ്ട് പറിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പം ഈ ചക്കയ്ക്കൊക്കെ ഉണ്ടാകുന്ന ഈ വെളിഞ്ഞീർ അല്ലെങ്കിൽ മുളഞ്ഞീനൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ വായിൽ കൊട്ടിപ്പിടിച്ചിരിക്കും. അപ്പം നല്ല ശരിക്കും പഴുത്ത് നമ്മൾ പാകമായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പഴമാണ്, വളരെ വിറ്റാമിൻസൊക്കെ അടങ്ങിയ പഴമാണ്. ഇത് മുറിച്ച് കാണിച്ചു തരാം. ഇത് നമ്മൾ ഇങ്ങനെയാണ് ഇത് മുറിക്കേണ്ടത്. ഇതിനകത്ത് വിത്തുകൾ 1 മുതൽ 2 വരെ, 2 അത് കൂടുതലൊക്കെ വിത്തുകൾ സാധാരണ ഉണ്ടാകാറുണ്ട്. മിനിമം 2 വിത്തൊക്കെ കാണും. ഇതിനകത്ത് ഒന്നേ ഉള്ളൂ, ഉണ്ടോ, ഒരു വിത്തേ ഉള്ളൂ. ഇത് നമുക്ക് പാകി കിളിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ്, നല്ല ടേസ്റ്റായിട്ട് കണ്ട്. ഇപ്പം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ പോവുകയാണ്. ഉണ്ടോ, നല്ല മാംസമായ ഭാഗമാണ് കൂടുതൽ. വിത്ത് ഒരു ചെറിയ വിത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ടേസ്റ്റ് പറഞ്ഞാൽ പലതരം ടേസ്റ്റാണ് ഓരോന്നിനും. ഇതിപ്പോൾ ഒരു ചില മാങ്ങയുടെ ടേസ്റ്റ് വരുന്നുണ്ട്, പല ടേസ്റ്റാണ് വരുന്നത്. ഇത് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണ്. അടിപൊളി ടേസ്റ്റാണ്, നല്ല മധുരം. ഇതാണ് അബിയുവിനെ പറയാനുള്ളത്. അപ്പം ഇതിൻ്റെ തൈകൾ നമ്മുടെ നഴ്സറിയിൽ ലഭ്യമാണ്. ഈ അബിയുവിന് ചെറിയ ഈ പൂപ്പൽ പോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ചിലരൊക്കെ അങ്ങനെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളി ഓർഗാനിക്കാണ്. ഇതൊരു 4 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്താൽ നല്ലതാണ്. ഇലയുടെ അടിയിലും തണ്ടയിലൊക്കെ പറ്റി പിടിച്ചിരിക്കും. സ്പ്രേ ചെയ്യുമ്പോൾ അത് ചെല്ലണം. അങ്ങനെ അടിച്ചാൽ നല്ലതാണ്. അതോടൊപ്പം ഈ സാഫ് അടിച്ചു കൊടുത്താലും നല്ലതാണ്. അപ്പോൾ ഈ പ്രതിരോധ മരുന്നുകളൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ബിഗ് ബോസിന് നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ആവശ്യാനുസരണം അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ നമസ്കാരം.